അല്ല ഗൈസ്, നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വിവോന്റെ X300 സീരീസുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇതേപോലത്തെ ഇഷ്ടംപോലെ കിടിലൻ ടെക്നോസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യത്തെ ന്യൂസ് തന്നെ വിവോ X300 FEന്റെ അടുത്ത മാസം ഈ സാധനം ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിനുശേഷം കുറച്ച് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 5ന്റെ പ്രൊസസ്സറൊക്കെയാണ് സാധനത്തിൽ വരാൻ പോകുന്നത്. LPDDR 4Xന്റെ റാമും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ്മിന്റെ നോട്ട് 50 സീരീസുകൾ ഇന്ത്യയിൽ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുള്ള ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. പ്രോയും പ്രോ പ്ലസും ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ റെഡ്മിയുടെ 50Cയും അടുത്ത മാസം ഇറങ്ങുമെന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ ഒരു ടച്ച് സെൻസിറ്റീവ് ആയ കേസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ റൂമേഴ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോണിൽ മിക്കവാറും ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടാവില്ല, അതിന് ടച്ച് സെൻസിറ്റീവ് ആയ സെറ്റപ്പുകൾ ആയിരിക്കും എന്നൊക്കെ റൂമേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആപ്പിളിന്റെ ആഗ്രഹവും ഈ ഫിസിക്കൽ ബട്ടൺസ് ഒക്കെ മാറ്റാൻ വേണ്ടി തന്നെ. അതേപോലെ തന്നെ ആപ്പിളിന്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോണിന്റെ ലോഞ്ചസും ആയിട്ടുള്ള കുറച്ച് റൂമേഴ്സുകൾ വന്നിട്ടുണ്ട്. സെപ്റ്റംബറിൽ പ്രോയും പ്രോ മാക്സും പിന്നെ ഫോൾഡും മാത്രമേ ഇറങ്ങൂ. 2027 നോൺ പ്രോ വേരിയൻസ് ആയ ഐഫോൺ 18ഉം Air 2ഉം ഇറങ്ങുന്നുള്ള ചില റൂമേഴ്സുകൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഐഫോൺ 17E കുറിച്ച് ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. A19ന്റെ പ്രൊസസർ ആയിരിക്കും. അതുപോലെ തന്നെ 12MB അല്ലെങ്കിൽ 18MB ആ സ്ക്വയർ ആയ സെൻസറില്ലേ, ആ സെൻസർ തന്നെ ഇതിലും കൊണ്ടുവരുന്നുള്ള ചില റൂമേഴ്സുകൾ വരുന്നുണ്ട്. ചിലവർ ഡൈനാമിക് ഐലൻഡ് വരെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം വരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടറിയണം. കാരണം മിക്ക പ്രൊഡിക്ഷൻസുകളും ചീറ്റാറാണ് പതിവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആമസോൺ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇതുവരെ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ നോക്കാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പം ആമസോൺ തന്നെ ഈ സാധനം ഇൻബിൽഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഒരു മാസത്തെ പ്രൈസിങ്ങും അതുപോലെ തന്നെ 90 ദിവസത്തെ പ്രൈസിങ്ങും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതിലത്തെ ഡാറ്റാസ് അവർ കറക്റ്റായിട്ട് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒക്കെ സെയിൽസുകളും ഇവർ വില കൂട്ടിയിട്ട് പിന്നെ വില കുറച്ചൊക്കെയാണ് അവർ സെയിൽസ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ഹിസ്റ്ററി കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിക്ക സെയിൽസുകളും നടക്കാത്ത ഒരു അവസ്ഥയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇത് റിയൽ ആയിട്ടുള്ള ഡാറ്റാസ് കാണിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ മൈക്രോസോഫ്റ്റും ഒരു വർഷത്തെ സ്റ്റുഡൻസിന് മൈക്രോസോഫ്റ്റ് 365ന്റെ സബ്സ്ക്രിപ്ഷൻസ് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ഇതും മാർക്കറ്റ് പിടിക്കാനുള്ള വേറൊരു പരിപാടിയൊക്കെ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്റ്റുഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അവസരം മുതലാക്കി അത് ക്ലെയിം ചെയ്തെടുക്കും. അടുത്ത ന്യൂസാണ് നമ്മളെ വാട്സപ്പിന്റെ ഡാറ്റയിലേക്ക് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിസർച്ചേഴ്സ് വാട്സപ്പിനുള്ളിൽ ഒരു ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ബഗ് ബേസ് ചെയ്തിട്ട് നമ്മളെ യൂസേഴ്സിന്റെ എല്ലാ ഡാറ്റാസുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ, നമ്മളെ ഫോൺ നമ്പർ, നമ്മൾ ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇത് മിക്കവാറും ഹാക്കേഴ്സിന്റെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. മിക്കവാറും അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പുറത്ത് വന്നുകൊണ്ട് തന്നെ വാട്സപ്പ് ഈ സംഭവം അടുത്ത് തന്നെ സോൾവ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നല്ലേ പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് 17ന്റെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിന്റെ പേര് ഇടൂ എന്ന് പറയുന്നത്. ഈ തവണത്തെ പേര് എന്ന് പറയുന്നത് സിനമൺ ബൺ എന്നാണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ്രോയിഡ് 16 തന്നെ മിക്ക ഡിവൈസുകളും ഇപ്പോൾ ഇറക്കുന്നേ ഉള്ളൂ. നത്തിങ് ഒക്കെ ഇപ്പോൾ അടുത്താണ് ആൻഡ്രോയിഡ് 60 ബേസ് ചെയ്തിട്ടുള്ള OS അവർ ഇറക്കിയത്. അപ്പം അതിങ്ങനെ സെറ്റായിട്ട് മാത്രമേ നമുക്ക് ആൻഡ്രോയിഡ് 17 പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും അതിന്റെ പേര് വന്നിട്ടുണ്ട്, അത്രയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നടത്തിയൊരു റിസർച്ച് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യക്കാർ പെർ ആവറേജ് 36 GB ഡാറ്റ എങ്കിലും ഒരു മാസം യൂസ് ചെയ്യുന്നതിനുള്ള ചില സ്റ്റഡീസുകൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ ഒരു ഏകദേശം ഒരു മാസം 100 GB മുകളിൽ ഡാറ്റ പൊട്ടിക്കുന്നുണ്ട്. അപ്പം 36 GB ഒക്കെ വളരെ കുറവാണ്. എന്തായാലും നമ്മളെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ്, വളരെ നല്ല കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിന്റെ ജെമിനി 3യും 3 പ്രോയും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജെമിനി 3 ബേസ് ചെയ്തിട്ടുള്ള നാനോ ബനാന്റെ പ്രോ വേർഷൻസും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് 2K 4K ക്വാളിറ്റിയിലൊക്കെ നമുക്ക് ഫോട്ടോസുകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായ പ്രോംപ്റ്റ് പോലും അവർ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നൊക്കെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്ക് വിവിധമായ റീജിയണൽ ലാംഗ്വേജിൽ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ കോഡിങ്ങിലും ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ നത്തിങ് 4A അതുപോലെ തന്നെ 4A പ്രോയിലും ചില റൂമേഴ്സുകൾ ലീക്സ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ചിലവർ പറയുന്നത് നത്തിങ് 4A ആണെന്നാണ്. എന്നാൽ ചിലവർ പറയുന്നത് നത്തിങ് 4A അല്ല, അത് 4A പ്രോ ആണെന്ന്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും അതിൻ്റെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നത്തിങ് ആയതുകൊണ്ട് തന്നെ മുടിഞ്ഞ പ്രൈസ് ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം അവർക്കിപ്പോൾ അതാണല്ലോ ഒരു ഇഷ്ടം, വില കൂട്ടിയിടുക എന്ന് പറയുന്നത്. മുടിഞ്ഞ വിലയായിരിക്കും, എന്തായാലും കണ്ടറിയാം, നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിലൂടെ സ്കാമേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോൾ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അപ്പം ഈ ആപ്പിനൊക്കെ വല്ല സംശയം തോന്നുന്നുണ്ടെങ്കിൽ പറയും ഇത് റിയൽ അല്ല കേട്ടോ, സ്കാമേഴ്സ് ആണെന്ന്. ഇതിലൂടെ ഒരുവിധം സ്കാമൊക്കെ തടയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ കുറേ പേര് ഡിജിറ്റൽ അറസ്റ്റിൽ തന്നെ കുറേ പേരെ പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞൊരു കാര്യമായിരിക്കും, ക്വിക്ക് ഷെയറും എയർ ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കാര്യം കുറേ പേര് വീഡിയോസുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചില ദിവസമൊക്കെ പറയുന്നുണ്ട് ഇത് മിക്കവാറും ഐഫോൺ ഒരു അപ്ഡേറ്റിലൂടെ
നിർത്താനുള്ള സാധ്യത ഉണ്ടെന്ന്. പക്ഷേ എനിക്കത് അത്രത്തോളം വിശ്വാസമില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്താണ് ആപ്പിള് ജെമിനിന്റെ സിറിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു കോൺട്രാക്റ്റ് ഒക്കെ ഒപ്പിട്ടത്. അതുകൊണ്ട് തന്നെ ഗൂഗിളായിട്ട് തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ നിലനിർത്തിയില്ലെങ്കിൽ സംഭവം പറഞ്ഞ പോലെ EU-നെ ബന്ധപ്പെടുക, EU ഇടപെട്ടോളൂ. എന്തായാലും വളരെ നല്ല കാര്യമാണ്. കറന്റ് അവസ്ഥയിൽ പിക്സൽ 10 ഫോണുകളിൽ മാത്രമേ അതുള്ളൂ. പിക്സൽ 10 സീരീസിൽ മിക്കവാറും അടുത്ത് തന്നെ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും കിട്ടും. കാരണം ഗൂഗിളിന്റെ പിക്സൽ ഫോണിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സുകളും പിന്നെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ കിട്ടാറുണ്ട്. അതാണ് ഒരു പതിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്താൽ നമുക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇനി മുതൽ പുതിയൊരു ആധാർ കാർഡ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോഴത്തെ ആധാർ കാർഡിന്റെ കാര്യം നമുക്കറിയാം. നമ്മൾ ആധാർ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ പേര്, ഡീറ്റെയിൽസ്, ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇനി മുതൽ ഇറക്കുന്ന ആധാർ കാർഡിൽ നമ്മുടെ പ്രൊഫൈൽ ഫീച്ചറും ഒരു QR കോഡും മാത്രമേ ഉള്ളൂ. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരുവിധം സ്കാമേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെടാനും അറിയാത്ത സ്ഥലത്തൊക്കെ കൊടുത്തിട്ട് അവർ മിസ്യൂസ് ചെയ്യുന്നതൊക്കെ രക്ഷപ്പെടാനാണ് എന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം രക്ഷപ്പെടുത്തും എന്നുള്ളത് അത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കണ്ടാൽ. അടുത്ത ന്യൂസാണ് വിവോ X300 X300 പ്രോന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഡിസംബർ 2-ാം തീയതി സാധനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗിന്റെ ചില റൂമേഴ്സുകളും വന്നിട്ടുണ്ട്. 76,000 രൂപയായിരിക്കും സ്റ്റാർട്ടിംഗ് എന്നാണ് കേൾക്കുന്നത് X300-ന്. പ്രോയ്ക്ക് 1,10,000 രൂപയായിരിക്കും ചില റൂമേഴ്സിൽ ഇറങ്ങുന്നുണ്ട്. അത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ആ പ്രൈസിലൊക്കെ അവർ ഇടുന്നെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്ന X300 അൾട്രയ്ക്ക് അവർ 1.5 ലക്ഷം ഇടേണ്ടി വരില്ല. പക്ഷെ അത്രയും പൈസക്കൊക്കെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ചിലപ്പോൾ എടുക്കാനും സാധ്യതയുണ്ട്. കാരണം കുറേ പേര് ഈ ഡിവൈസസ് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിറ്റുവാനുള്ള സാധ്യതയുണ്ട്. അവർ ആ വിലയ്ക്ക് ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അവസാനത്തെ 2 ന്യൂസും സാംസങ് ബേസ് ചെയ്തിട്ടാണ്. സാംസങ്ങിന്റെ A77-ഉം A57-ഉം അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുള്ള ചില റൂമേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ലിസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും വരും. അതേപോലെ തന്നെ എക്സിനോസിന്റെ പ്രൊസസ്സറാണ് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് വലിയൊരു അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമൊന്നുമല്ല. അതേപോലെ തന്നെ സാംസങ്ങിന്റെ സ്മാർട്ട് ഗ്ലാസസ് അടുത്ത് തന്നെ വരാൻ സാധ്യത എന്നുള്ള ചില റൂമേഴ്സുകൾ കേൾക്കുന്നുണ്ട്. അടുത്ത വർഷം ആയിരിക്കും ഇത് ഇറങ്ങാൻ പോകുന്നത്. ആദ്യം ഇറങ്ങുന്ന വേരിയന്റിൽ ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. മെറ്റേന്റെ ഗ്ലാസസ് ഹിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് സാംസങ് ഇറങ്ങുന്നത്. എന്തായാലും രണ്ടുപേരായിട്ടുള്ള കോമ്പറ്റീഷൻ ആയി. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ നല്ലത്. ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.